47.66 കോടി രൂപയുടെ ഒരു വലിയ ബജറ്റാണ് ഇന്ന് നിർമ്മല സീതാരാമൻ സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഒരു ഫുൾ ബജറ്റ് അല്ല എങ്കിലും ഫുൾ ബജറ്റിന്റെ രൂപഭാവങ്ങൾ ഉൾപ്പെടുന്ന വോട്ടൺ അക്കൗണ്ടാണ്. ഈ ബജറ്റ് മുഴുവൻ ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും, കാര്യമായ പ്രഖ്യാപനങ്ങളോ കാര്യമായ ആനുകൂല്യ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നില്ല. പല മാധ്യമങ്ങളും സുഹൃത്തുക്കളും കരുതിയത് നികുതി ഇളവുകൾ ഉണ്ടാകുമെന്നും വ്യക്തിയധിഷ്ഠിതമായ നികുതികൾ, പ്രത്യേകിച്ചും ഇൻകം ടാക്സ് പോലുള്ള കാര്യങ്ങളിൽ സ്ലാബിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആളുകളെ സഹായിക്കും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അതുപോലെയുള്ള ജനകീയ പദ്ധതികളിലൂടെയും ലഭിക്കും എന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉള്ള ഒരു ബജറ്റ് എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു സാമ്പത്തിക കാര്യ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിലും BJPയെ സസൂക്ഷ്മം പഠിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും, BJP ഈ ബജറ്റിന്റെ സാമ്പത്തിക ചീട്ട് കൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ബജറ്റിൽ കൂടെ വോട്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യം BJPക്കില്ല. മറിച്ച് BJP അവരുടെ ചീട്ട് കളിച്ചു കഴിഞ്ഞു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുറുപ്പ് കുലാനാണ്, അത് രാമക്ഷേത്രമാണ്. ഈ ബജറ്റിൽ പോലും പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റ് പ്രസംഗത്തിൽ പോലും റൂഫ് ടോപ്പ്, അതായത് മേൽക്കൂരയുടെ മുകളിൽ നിന്നും സോളാർ പാനലുകൾ വെച്ച് 1 കോടി ഭവനങ്ങളിൽ നിന്നും വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം പറയുന്നിടത്ത് പോലും അസ്ഥാനത്ത് നിന്നുകൊണ്ട് നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്, ഇത് പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ തൊട്ടുപുറകെയാണ്, അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ രാമക്ഷേത്ര നിർമ്മാണമാണ് ട്രംപ് കാർഡ്, അല്ലെങ്കിൽ തുരുപ്പിന്റെ തന്നെ ഗുലാൻ എന്ന് പറയുന്നത്, ജാക്ക് എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രമാണ്. അതുകൊണ്ട് അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഗ്യാൻവാപി പള്ളി, അത് ഇന്നവിടെ ആരാധനയ്ക്ക് വേണ്ടി ഹിന്ദു ഭക്തന്മാർക്ക് കൂടി ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള വിധി അവർ നടപ്പാക്കി കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്നും BJP മാറി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബജറ്റ് ഒരു പ്രഖ്യാപനങ്ങളുടെ ബജറ്റ് അല്ല, എങ്കിലും ആകെ കൂടി ചില ശുഭപ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കുന്നത് വസ്തുനിഷ്ഠമായ കാര്യമല്ല. അത് നമ്മുടെ ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടല്ലോ, ഹെൽത്ത് ഇൻഷുറൻസുമായി കേന്ദ്രത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, അതിൽ അംഗൻവാടി ടീച്ചർമാരെയും ആശാ വർക്കർമാരെയും ഉൾപ്പെടുത്തിയതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേയിലെ 40,000-ഓളം കോച്ചുകൾ വന്ദേ ഭാരത് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞതും ഒരു നല്ല കാര്യം തന്നെയാണ്. ദേശീയ ഹൈവേയുടെ പണി നന്നായി നടക്കുന്നുണ്ട്, അത് ഇനിയും വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയല്ലാതെ കാതലായ നമ്മുടെ രാജ്യത്തെ കർഷകരുടെ കാതലായ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ തന്നെ കാതലായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികളുടെയും MSME എന്ന് പറയുന്ന മൈക്രോ സ്മോൾ ലെവലായിട്ടുള്ള മീഡിയം ലെവലായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ, MSME സെക്ടറിന്റെ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായ മൗനമാണ്. എന്തിനു പറയുന്നു, കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം തീർന്നിട്ട് വരുന്ന ആദ്യത്തെ ബജറ്റാണ്. എന്താ നമ്മൾ പ്രതീക്ഷിക്കുക? കോവിഡിനെ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്ന രീതിയിൽ നേരിട്ടു. ആദ്യം പാത്രം കൊട്ടാനൊക്കെ പറഞ്ഞ വിഡിത്തങ്ങളൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് വാക്സിനേഷൻ പൂർത്തിയാക്കി, നല്ല കാര്യം. പക്ഷെ ഇപ്പോഴാണ് കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം എന്താണെന്ന് പഠിക്കേണ്ട വർഷം ഇതായിരുന്നു. കോവിഡിനെ കുറിച്ച് കോവിഡ് എന്നൊരു വാക്കതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കോവിഡിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായി തകർന്നതിനെ കുറിച്ച് ഒരക്ഷരം പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷാകർത്താക്കളെടുത്ത ലോണുകൾ, ആ ലോണുകൾ എങ്ങനെ തിരിച്ചടക്കി 2 വർഷം വലിയൊരു വിഭാഗം ആളുകൾക്ക് യാതൊരു വരുമാനമില്ലായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത് പോട്ടെ, അവരെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. കർഷകരുടെ കടങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP
അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. തൊഴിലില്ലായ്മ കൂടി വരികയാണ്. ഏതാണ്ട് 9% വരെ എത്തി. 7.5%. ഈ തൊഴിലില്ലാത്ത ആളുകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം, അല്ലെങ്കിൽ പള്ളി പൊളിക്കല്, ഈ മറ്റ് പാകിസ്ഥാനെ പോലെ രാജ്യത്താണ് ഈ പള്ളി നിർമ്മാണം, ഇങ്ങനെ വളരെ സ്പിരിച്വലും അതേപോലെ തന്നെ റിലീജിയസും ആയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, ആത്മനിഷ്ഠമായ കാര്യങ്ങൾ, സബ്ജക്റ്റീവായ കാര്യങ്ങൾ, ഇത് പറഞ്ഞുകൊണ്ട് വോട്ട് എങ്ങനെ നേടാം എന്നാണ് BJP പരീക്ഷിക്കുന്നത്. എന്തായാലും ജനാധിപത്യത്തിൽ റിലീജിയൻ ഉണ്ടാവും, അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റി ഉണ്ട്, ദൈവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെയെല്ലാം വോട്ട് പിടിക്കാനുള്ള ഒരു യന്ത്രമാക്കി, ഒരു വോട്ടിംഗ് യന്ത്രമാക്കി മാറ്റിക്കൊണ്ട്, വോട്ട് പിടുത്ത യന്ത്രമാക്കി മാറ്റിക്കൊണ്ടുള്ള ഈ നീക്കം വാസ്തവത്തിൽ യഥാർത്ഥ ദൈവവിശ്വാസികൾ അടക്കം തിരിച്ചറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തെയും ആരാധനാലയങ്ങളെയും സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിന്റെ സങ്കേതങ്ങളാക്കി മാറ്റുന്നതിനെതിരെ ദൈവവിശ്വാസം ഇല്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവവിശ്വാസികളായ ആളുകൾ മുന്നോട്ട് വരും എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കരുതുന്നത്. എന്തായാലും ഈ ബജറ്റ് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു നല്ല കാര്യം കൂടെ പറയാം. 28 പേജേ ഉള്ളൂ ബജറ്റ് പ്രസംഗം, പക്ഷേ 39 പേജുണ്ട് കഴിഞ്ഞ ബജറ്റ് കാലത്ത് പ്രഖ്യാപിച്ച 89 ഐറ്റങ്ങൾ എവിടെ എത്തി എന്നുള്ള കൃത്യമായ ഒരു അവതരണമുണ്ട്. അതിന് മുഴുവൻ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ അതിന് ധനമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. കാരണം വെറുതെ ബജറ്റ് വായിക്കലല്ല, 89 കാര്യങ്ങളിലെ സ്റ്റാറ്റസ്, ആക്ഷൻ ടേക്കൺ എന്നുള്ള ആ തരത്തിലുള്ള ഒരു ഔട്ട്കം ബജറ്റ് അത് ഇതിനോടൊപ്പം കൊണ്ടുവന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും പൊതുവിൽ നോക്കിയാൽ ഇതൊരു പൊള്ളയായ ബജറ്റാണ്. തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് കരുതുന്ന ഒരു ഗവൺമെന്റിന്റെ വോട്ട് അക്കൗണ്ടാണ്. പക്ഷേ എല്ലാം സുരക്ഷിതമാണ് എന്ന് കരുതിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി തോറ്റുപോയത് എന്ന കാര്യം ഞാൻ നരേന്ദ്രമോദിയെയും BJPയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിലെ കഥയില്ലായ്മയെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.